PV അൻവർ MLA കൊൽക്കത്തയ്ക്ക് വണ്ടി കയറുമ്പോൾ തനിക്കൊപ്പം ഇടതുപക്ഷത്ത് നിന്ന് കൂടുതൽ MLA മാർ കടന്നു വരുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. അതിലൊരാൾ ആരെന്ന് ഏറെക്കുറെ വ്യക്തമാകുകയാണ്. മറ്റാരുമല്ല, NCPSുമായി ഇടഞ്ഞു നിൽക്കുന്ന തോമസ് കെ തോമസ് MLA ഇടതുബന്ധം ഉപേക്ഷിച്ച് PV അൻവറിനൊപ്പം രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. CPMുമായും മുഖ്യമന്ത്രിയുമായും അൻവറിനെ പോലെ തോമസ് കെ തോമസും കുറച്ചു കാലമായി അത്ര രസത്തിലല്ല. ഉറപ്പായും മന്ത്രിസ്ഥാനത്തേക്ക് അവസരം നൽകുമെന്ന തോമസ് കെ തോമസിന് ഇടതുമുന്നണി നൽകിയ ഉറപ്പിനെ തകർത്തത് മുഖ്യന്റെ കൂടി അറിവോടെയാണെന്നാണ് തോമസ് കെ തോമസ് കരുതുന്നത്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവസാന ഘട്ടം വരെ വാശി പിടിക്കുമ്പോഴും NCPS നേതൃത്വം പോലും അംഗീകരിക്കുമ്പോഴും വിലങ്ങുതടിയായി നിന്നത് മുഖ്യമന്ത്രിയുടെ കർക്കശ നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യനെതിരായ അൻവറിന്റെ അശ്വമേധത്തിന് തോമസ് കെ തോമസും പച്ചക്കൊടി കാട്ടിയാൽ അത്ഭുതപ്പെടാനില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ മമതയെ നേരിട്ട് കാണുവാൻ തോമസ് കെ തോമസ് കൊൽക്കത്തയിലേക്ക് എത്തുമെന്നാണ് സൂചന. PV അൻവറും അദ്ദേഹത്തെ അനുഗമിക്കുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തിലും MLAക്കെതിരായ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. തോമസ് കെ തോമസ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്ന ആക്ഷേപം വരെ സമ്മേളനത്തിൽ ഉയർന്നു. തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്ന ആവശ്യവും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണമെന്നും പ്രതിനിധികൾ പൊതുചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഒരു സ്വാധീനവുമില്ലാത്ത NCPക്ക് ഇനിയും സീറ്റ് നൽകരുതെന്ന് CPMന് 17 രക്തസാക്ഷികളുള്ള നാടാണ് കുട്ടനാടെന്നും അവിടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ വേണമെന്നും കുട്ടനാടിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത ആളാണ് തോമസ് കെ തോമസ് എന്നും പ്രതിനിധികൾ വാദിച്ചു. സർക്കാർ വികസന പദ്ധതികൾ ഫോളോ അപ്പ് ചെയ്യാത്ത ആളാണ് തോമസ് കെ തോമസ് എന്നും പ്രതിനിധികൾ പറഞ്ഞു. MLA കരാറുകാരിൽ നിന്നും പണം വാങ്ങുന്നുണ്ടെന്നും ആരോപണമുയർന്നു. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും സാന്നിധ്യത്തിലാണ് പ്രതിനിധികളുടെ വിമർശനം. ഇത് തോമസ് കെ തോമസിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തോമസ് കെ തോമസ് കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് അറിയുന്നു. NCPSൽ ആകെ ശശീന്ദ്രനോട് മാത്രമാണ് മുഖ്യമന്ത്രിക്കും CPMനും താല്പര്യമുള്ളത്. തോമസ് കെ തോമസ് തനിക്കൊപ്പം പങ്കുചേരുന്നത് മലബാറിന് പുറത്തേക്കും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അൻവർ കരുതുന്നു. തോമസ് കെ തോമസ് ഭാഗമാകുന്നതോടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരുടെ പിന്തുണയും തനിക്ക് ലഭിക്കുമെന്ന് അൻവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ തോമസ് കെ തോമസ് എളുപ്പത്തിൽ ഇടതുമുന്നണി ഉപേക്ഷിക്കുന്നതിനുള്ള സാധ്യതകളും കുറവാണ്. തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയ ശേഷം എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നിയാൽ തോമസ് MLAക്ക് അത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒപ്പമുള്ളവർക്ക് ശേഷം കൂടിയാലോചനകൾ നടത്തിയ ശേഷമാകും തോമസ് കെ തോമസ് ഇടതുമുന്നണി വിടുക.